ദിവസവും 3 to 4 ലിറ്റർ വെള്ളം കുടിക്കാത്തവർ ക്രിയാറ്റിൻ ഒരിക്കലും എടുക്കാൻ പാടില്ല. ലെറ്റ് മീ ടെൽ യു വൈ. നമ്മൾ ക്രിയാറ്റിൻ എടുക്കുമ്പോൾ അത് ബോഡിയുടെ ഉള്ളിൽ ചെന്ന് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആയി മാറുന്നു. ഈ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് മസിലുകളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിലിന് എനർജി ആവശ്യമായി വരും. ഇത് വരുന്നത് ATP യിൽ നിന്നാണ്. വർക്കൗട്ട് ടൈമിൽ ATP യൂസ് ചെയ്യപ്പെടുന്നു, പിന്നീട് അത് ADP ആയി മാറുന്നു. ഇപ്പോഴാണ് ക്രിയാറ്റിന്റെ പണി തുടങ്ങുന്നത്. ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് അതിന്റെ ഫോസ്ഫേറ്റ് ADP കൊടുക്കുന്നു. അപ്പോൾ ADP ചാർജ് ചെയ്യപ്പെട്ട് വീണ്ടും ATP ആയി മാറുന്നു. അതുകൊണ്ടാണ് ക്രിയാറ്റിൻ എടുക്കുമ്പോൾ സ്ട്രെങ്ത് ബൂസ്റ്റ് ആവുന്നതും റെപ്സ് ധാരാളം ചെയ്യാൻ കഴിയുന്നതും ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ആവുന്നതും. ഈ പ്രോസസ്സുകളുടെയൊക്കെ ഫലമായിട്ട് ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന വേസ്റ്റ് ഉണ്ടാവുന്നു. ഈ വേസ്റ്റ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ക്രിയാറ്റിൻ ബ്ലഡിലൂടെ കിഡ്നിയിലേക്ക് എത്തുന്നു. ഇത് കിഡ്നിയിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് നേരെ യൂറിനായി പുറന്തള്ളപ്പെടുന്നു. പ്രശ്നമാവുന്നത് കിഡ്നിക്ക് വേണ്ടത്ര വെള്ളം കിട്ടാതെ ആകുമ്പോഴാണ്. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ വേസ്റ്റ് ബ്ലഡിനകത്ത് സർക്കുലേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. സോ കിഡ്നിക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റാതെ ആവും. നിങ്ങളുടെ വാട്ടർ റിക്വയർമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് നിങ്ങളുടെ ബോഡി വെയിറ്റിന് 50 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. സപ്പോസ് നിങ്ങളുടെ ബോഡി വെയിറ്റ് 60 ആണെങ്കിൽ 60 × 50. ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് കണ്ടന്റ്സിനായി ഫോളോ ചെയ്യുക.